ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് 2025 +2 തുല്യത സോഷ്യോളജി ചോദ്യപേപ്പറിൻ്റെ ഒരു വിശകലനമാണ്. എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായില്ലേ, അപ്പോൾ ഇത്തിരി തിരക്കൊക്കെ എനിക്കുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാതിരുന്നത്. അപ്പോൾ നമ്മൾ എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നിങ്ങൾ തുടർന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെ എടുക്കണം, കോഴ്സിലേക്ക് പോകണം എന്നുള്ളൊരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ചോദിച്ച കമൻസിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതായത് +2 കഴിഞ്ഞിട്ട് ഏതൊക്കെ കോഴ്സിലേക്ക് പോകാം, LLBയുടെ പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ +2 കഴിഞ്ഞതിൻ്റെ ശേഷം ഡിഗ്രിയിലേക്ക് പോയാൽ എങ്ങനെയാണ് സ്കോപ്പ്, ഏതാണ് എളുപ്പമുള്ള വിഷയങ്ങൾ, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായി. അതിൻ്റെ ശേഷം നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെ ഏതൊക്കെ കോഴ്സിനെ കുറിച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്തൊരു വീഡിയോ ഞാൻ നിങ്ങൾ ചോദിച്ച കമൻസിൻ്റെ ഒരു വീഡിയോ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് നമുക്ക് അതിലേക്ക് പോകാം. പിന്നെ അതേപോലെ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഇനിയും ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴ്സുകളും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാവുന്നതാണ് ഒരു വീഡിയോ ആയിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ 2025 സോഷ്യോളജി തുല്യത ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ്, അതിലെ ഉത്തരങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാനിവിടെ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും, അപ്പോൾ നിങ്ങൾ ഇത് കേട്ടാലും മതി. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 9 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ്. ഓരോ സ്കോർ വീതമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, സമൂഹശാസ്ത്ര സങ്കല്പം എന്ന ആശയം ഉപയോഗിച്ചത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കവിടെ ഓപ്ഷനിൽ മാക്സ് വെബർ ഉണ്ട്, കാറൽ മാക്സ് ഉണ്ട്, സി റൈറ്റ് മിൽസ് ഉണ്ട്, അതുപോലെ തന്നെ MN ശ്രീനിവാസ് ഉണ്ട്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. സി റൈറ്റ് മിൽസ് ആണ് ആൻസർ വരുന്നത്. ഇനി രണ്ടാമത്തെ നോക്കാം. താഴെ തന്നിരിക്കുന്ന കുടുംബ രൂപങ്ങളിൽ സ്ത്രീക്ക് അധികാരവും ആധിപത്യവുമുള്ള കുടുംബമാണ് ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അതിൽ നിങ്ങൾക്കറിയാം, ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും ഒരു ഏകദേശം ആൻസർ. സ്ത്രീക്ക് അധികാരവും ആധിപത്യവും നൽകുന്ന കുടുംബമാണെന്നല്ലേ ചോദിച്ചേ. അപ്പോൾ അതിലേതാണ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. മാതൃമേധാവിത്വമാണ്. മാതൃമേധാവിത്വം. അവിടെ ആധിപത്യമൊക്കെ അല്ലേ കാണിക്കുന്നത്, അധികാരം ആധിപത്യം അല്ലേ. അപ്പോൾ നമുക്ക് ഏതാണ് ആൻസർ? മാതൃമേധാവിത്വം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് എന്നാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്, സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത് അല്ലേ. ഇതിൽ നമ്മൾ സാധാരണ വിചാരിക്കുക സോഷ്യോളജിയുടെ പിതാവിനൊക്കെ ചോദിക്കുന്നതല്ലേ, പക്ഷെ അവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. ആഡം സ്മിത്ത് ആണ് കേട്ടോ. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ, ആഡം സ്മിത്ത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച രണ്ടാമത്തെ പിന്നോക്കവർഗ കമ്മീഷനെ തിരഞ്ഞെടുക്കുക. ഇതിൽ ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. മണ്ഡൽ കമ്മീഷനാണ്. മണ്ഡൽ കമ്മീഷൻ. ഇനി അഞ്ചാമത്തെ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളുകളിലാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത്? അപ്പോൾ കുറേ ആർട്ടിക്കിൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. കൺഫ്യൂഷൻ ആയിരിക്കുമല്ലേ കണ്ടിട്ടുണ്ടെങ്കിൽ. സാധാരണ നമുക്കൊരു ആർട്ടിക്കിൾ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഇതിൽ വരുന്ന ആൻസർ ഏതാണ്? ആർട്ടിക്കിൾ 29ഉം 30ഉം ആണ് കേട്ടോ. ആർട്ടിക്കിൾ 29 ആൻഡ് 30 ആണ് ഏത് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. ആർട്ടിക്കിൾ 29 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ ഭാഷ, ലിപി, സംസ്കാരം ഇതൊക്കെ സംരക്ഷിക്കാനുള്ള അവകാശം കൊടുക്കുന്നുണ്ട്. സർക്കാർ സഹായിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആർക്കും അവരുടെ മത, ജാതി, വംശ, ഭാഷ പ്രത്യേകതകളുടെ പേരിൽ പ്രവേശനം നിഷേധിക്കാൻ പാടില്ല എന്നും ഈ ഒരു ആർട്ടിക്കിൾ 29 വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. ആർട്ടിക്കിൾ 30 എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ താല്പര്യം അനുസരിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള അവകാശം ആർട്ടിക്കിൾ 30 നൽകുന്നുണ്ട്. ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ പേരിൽ ഗവൺമെൻറ് ധനസഹായം നിഷേധിക്കാൻ പാടില്ല എന്നും കൂടിയും ഈ ഒരു ആർട്ടിക്കിൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ആർട്ടിക്കിൾ 29ഉം ആർട്ടിക്കിൾ 30ഉം ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ആധുനിക ഇന്ത്യ പടുത്തുയർത്തുന്നത് ഭീമാകാരങ്ങളായ ഡാമുകളും പവർ സ്റ്റേഷനുകളുമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണെന്നാണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പാശ്ചാത്യ ജീവിത രീതികൾ സ്വീകരിക്കുന്നതാണ് ഏതാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും അല്ലേ. ഏതാണ്? പാശ്ചാത്യ ജീവിത രീതികളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, പാശ്ചാത്യവൽക്കരണം. ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പാശ്ചാത്യവൽക്കരണം.
അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പ്രബല ജാതിയുടെ സവിശേഷത അല്ലാത്തത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. മതപരമായ ശക്തി എന്നാണ് ആൻസർ വരുന്നത്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആഗോള സംസ്കാരം പ്രാദേശിക സംസ്കാരവുമായി ഇടകലരുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ്. ഇതിൽ നമുക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ആഗോളവൽക്കരണമുണ്ട്, ഉദാരവൽക്കരണമുണ്ട്, ഗ്ലോക്കലൈസേഷൻ ഉണ്ട്, ആധുനികവൽക്കരണമുണ്ട്. ഇതിലേതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഗ്ലോക്കലൈസേഷൻ ആണ് ആൻസർ വരുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ യൂറോപ്പിൽ ആദ്യമായി വികസിപ്പിച്ചെടുത്തത് ആരാണെന്നാണ്. ഇതിലും ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ജോഹൻ ഗുട്ടൻബർഗ് അല്ലെങ്കിൽ ജോഹന്നാസ് ഗുട്ടൻബർഗ് എന്നൊക്കെ പറയും. അപ്പോൾ 10ാമത്തെ ആൻസർ അതാണ്, ഓപ്ഷൻ സി ആണ്. ഇനി അടുത്തത് 11 മുതൽ 15 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. 2 സ്കോർ വീതമാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും 2 പോയിൻ്റൊക്കെ വളരെ സിമ്പിളായിട്ട് എഴുതിയാൽ മതിയായിരുന്നേ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ജനസംഖ്യാശാസ്ത്രത്തെ നിർവചിക്കുക. നമ്മൾ അതിൻ്റെ ഒരു നിർവചനം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ജനസംഖ്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് ജനസംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത്. ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഈ ഒരു പദത്തിൻ്റെ ഉത്ഭവം ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾ എന്നർത്ഥമുള്ള ഡിമോസ്, വിവരിക്കുക എന്ന അർത്ഥം വരുന്ന ഗ്രഫിൻ, ഈ 2 വാക്കുകൾ ചേർന്നിട്ടാണ് ഡെമോഗ്രഫി എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളുടെ വിവരണം എന്നാണ് ഈ ഒരു പദം കൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത്. ജനസംഖ്യാശാസ്ത്രം എന്ന് പറഞ്ഞാൽ ജനസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട പ്രവണതകളെയും പ്രക്രിയകളെയും പഠന വിധേയമാക്കുന്നതാണ്. ജനസംഖ്യയുടെ വലുപ്പത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ജനന മരണങ്ങളിലെയും കുടിയേറ്റത്തിലെയും മാതൃകകൾ, ജനസംഖ്യാ ഘടന, ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ജനസംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത്. പിന്നെ ഈ ജനസംഖ്യേനെ തന്നെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഔപചാരിക ജനസംഖ്യാശാസ്ത്രം, സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലെല്ലാം എഴുതണം എന്നില്ല. ഇതിൽ എന്താണ് ജനസംഖ്യ എന്ന് പറയണത് എഴുതുക. പിന്നെ അതേപോലെ തന്നെ അതിൽ വരുന്ന എന്തെങ്കിലും 2 പോയിൻ്റ് എഴുതിയാൽ തന്നെ ആ 2 മാർക്ക് കിട്ടും. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ പുതിയ വാണിജ്യ സമുദായങ്ങൾ വളർന്നു വന്നതിനുണ്ടായ സാഹചര്യം ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത്. നമുക്കറിയാം കൊളോണിയൽ പീരീഡിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. ഉൽപാദനത്തിൽ, കൃഷിയിൽ, വ്യാപാരത്തിൽ, അങ്ങനെ സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ മേഖലകളിലും കോളനി ഭരണം എന്നുള്ളത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ വാണിജ്യ സമുദായങ്ങൾ വളർന്നു വരാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ഭരണവും വ്യാപാര നിയന്ത്രണവും ഇതൊക്കെ ഒരു കാരണമായിട്ടുണ്ട്. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാര വ്യാപനത്തോട് കൂടിയിട്ട് വ്യാപാരം, വ്യവസായം ഇതൊക്കെ അവരുടെ നിയന്ത്രണത്തിലാവുകയാണ്. അപ്പം അവർക്ക് വേണ്ട വിപണിയും ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളും ഇതൊക്കെ എത്തിക്കാനായിട്ട് പ്രത്യേക വ്യാപാര മേഖലകളൊക്കെ വികസിപ്പിച്ചിട്ടുണ്ടായി. ഇത്തരം ഒരു സാഹചര്യത്തിൽ വാണിജ്യ സമുദായങ്ങൾ ഉയർന്നു വരാൻ കാരണമായിട്ടുണ്ട്. അതുകൂടാതെ ഗതാഗത സമ്പർക്ക സംവിധാനങ്ങളുടെ പുരോഗതി, അതായത് റെയിൽവേ, റോഡ്, കനാല്, തുറമുഖങ്ങൾ, ഇങ്ങനത്തെയുള്ള ഈ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ വികസിപ്പിച്ചത് വ്യാപാരത്തിന് വേഗത കൂട്ടുകയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിലൂടെയൊക്കെ ദൂരദേശങ്ങളിലേക്കൊക്കെ കച്ചവടം നടത്താനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ. അപ്പം ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഈ സമുദായങ്ങൾ, അതായത് വാണിജ്യ സമുദായങ്ങൾ വളർന്നു വരാനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയല്ലേ ചെയ്യുന്നത്. ഇതുകൂടാതെ ബാങ്കിങ്, ഇൻഷുറൻസ്, സാമ്പത്തിക സേവനങ്ങളുടെ വളർച്ച, ഇത്രയും കാര്യങ്ങളൊക്കെ വ്യാപാരത്തിനെ സഹായിക്കുകയാണ് ചെയ്യണത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പുതിയ വാണിജ്യ സമുദായങ്ങളായിട്ടുള്ള, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർവാഡീസ് ഉണ്ട്, ഗുജറാത്തീസ് ഉണ്ട്, ഇവർക്കൊക്കെ വ്യാപാരത്തിലേക്ക് വരാനുള്ള ഒരു അവസരമായിട്ടാണ് ഇത് ഒരുക്കി കൊടുത്തത്. അങ്ങനെ വാണിജ്യ വ്യാപാര രംഗത്തേക്ക് പുതിയ വിഭാഗങ്ങൾ കടന്നു വരികയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഒരു കമ്പോള വ്യവസ്ഥ തന്നെ നിലനിന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF-ലെ 95ാമത്തെ പേജിലൊക്കെ മാർവാടികൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളതും അതിന് ശേഷം ഇവരെ പുതിയൊരു വാണിജ്യ സമുദായമായിട്ട് ഉയർന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ മാർക്കിനാണ്. അപ്പോൾ എന്തെങ്കിലും ഈ ഒരു സാഹചര്യങ്ങൾ 2-3 സാഹചര്യങ്ങൾ മാത്രം അതിൽ എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, തൊട്ടുകൂടായ്മയുടെ ഏതെങ്കിലും 2 മാനങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ബഹിഷ്കരണം, അവഹേളനം, ചൂഷണം, വിധേയത്വം. ഇത് നമുക്ക് വിവരിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ഏതെങ്കിലും 2 എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പം വിവരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നെക്സ്റ്റ് ആണ്, പൗരസമൂഹം എന്താണെന്ന് നിർവചിക്കുക. വ്യക്തിയുടെ സ്വകാര്യ ജീവിത മണ്ഡലങ്ങൾ, വിപണി, രാഷ്ട്രം, ഗവൺമെൻറ് നിയന്ത്രിത സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് പുറത്തുള്ള വിശാലമായ സമൂഹത്തിനെയാണ് എന്ത് പറയുന്നത്? പൗരസമൂഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
അപ്പോൾ ഇത് മാത്രം എഴുതി വെച്ചാൽ മതി, 2 മാർക്ക് കിട്ടുമേ. ഇനി അടുത്തതാണ് ഫ്ലെക്സി ടൈം എന്നാൽ എന്ത്? ഫ്ലെക്സി ടൈം എന്നാൽ എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദീർഘസമയ ജോലിയെ നിയമാനുസൃതമാക്കുന്നതിനായി IT മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്ന നയത്തിനെയാണ് നമ്മൾ ഫ്ലെക്സി ടൈം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഈ വ്യവസ്ഥ അനുസരിച്ച് ജോലി സമയം തൊഴിലാളികൾക്ക് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷേ നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് പൂർത്തീകരിക്കണം. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലെക്സി ടൈമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയത്ത് നമുക്ക് ജോലി എടുക്കാം, അതായത് തൊഴിലാളികൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ജോലി എടുക്കാം. പക്ഷേ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഈ പ്രൊജക്റ്റ് പൂർത്തീകരിക്കുകയും ചെയ്യണം. ഇത് എവിടെയാണ്? IT മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്ന നയമാണ് ഈ ഫ്ലെക്സി ടൈം എന്ന് പറയുന്നത്. ഇനി 16 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 3 എണ്ണത്തിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 4 മാർക്ക് വീതമാണ് കൊടുത്തിട്ടുള്ളത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, സാമൂഹ്യ ഭൂപടവും സ്വയം പ്രതിപാദനവും തമ്മിൽ വേർതിരിക്കുക. ഇതിൻ്റെ ആൻസർ വരുന്നത്, ആദ്യം നമുക്ക് സാമൂഹ്യ ഭൂപടം എന്താണെന്ന് നോക്കാം. സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം എന്താണെന്നാണ് ഇത് കാണിച്ചു തരുന്നത്. സമൂഹത്തിലെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വന്തം സ്ഥാനം നിർണ്ണയിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായ ഭൂപടം നിങ്ങളുടെ പ്രദേശത്തിൻ്റെ സ്ഥാനവും സ്വഭാവവുമാണ് നിർണ്ണയിക്കുന്നത്. എന്നാൽ ഈ സാമൂഹ്യ ഭൂപടം എന്ന് പറഞ്ഞാലോ, സമൂഹത്തിലുള്ള നിങ്ങളുടെ സ്ഥാനമാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. ഇനി സ്വയം പ്രതിപാദനം എന്ന് പറഞ്ഞാലോ, മറ്റുള്ളവരുടെ മുമ്പിൽ താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ നോക്കുന്നതാണ് ഏത്? സ്വയം പ്രതിപാദനം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നല്ല ഇമേജ് സൃഷ്ടിക്കുക, മറ്റുള്ളവരെ സ്വാധീനിക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. ഇനി നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചരക്കുവൽക്കരണത്തെക്കുറിച്ച് ഉദാഹരണ സഹിതം വിവരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മുതലാളിത്ത സമൂഹത്തിലെ 2 സവിശേഷതകളിൽ പെടുന്നതാണ്, ഒന്ന് ചരക്കുവൽക്കരണം, 2 ഉപഭോഗം എന്ന് പറയുന്നത്. ഈ ചരക്കുവൽക്കരണം സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മുൻപ് വിപണികളിൽ കച്ചവടം ചെയ്യാതിരുന്ന സാധനങ്ങൾ വിൽപ്പന വസ്തുക്കളാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചരക്കുവൽക്കരണം സംഭവിക്കുന്നത്. അപ്പം കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ചരക്കല്ലാത്ത ഒരു വസ്തുവിനെ ചരക്കാക്കി മാറ്റുകയും കമ്പോള വ്യവസ്ഥയുടെ ഭാഗമാക്കി തീർക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുക? ചരക്കുവൽക്കരണം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് വ്യക്തമായിരിക്കും. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതും ഉദാഹരണ സഹിതം വിവരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം എക്സാമ്പിൾ, നമ്മൾ കുടിവെള്ളം ഒന്നും പണ്ട് വിൽപ്പന ചരക്കാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം കുടിവെള്ളം ആരും എന്ത് ചെയ്തിട്ടില്ല? കച്ചവടം ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുടിവെള്ളത്തിലെ കുപ്പിയിലാക്കിയിട്ട് വിതരണം ചെയ്തപ്പോഴാണ് നമുക്കതൊരു ചരക്കായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയണത്? ചരക്കുവൽക്കരണം എന്ന് പറയണത്. അതുപോലെ തന്നെ അധ്വാനം, സ്കില്ല്, ഇതൊക്കെ ആകർഷിക്കാനും വാങ്ങാനും വിൽക്കാനും കഴിയുന്ന വസ്തുക്കളാക്കിയിട്ടാണ് പിന്നീട് അത് മാറ്റുന്നത് അല്ലേ. ഉദാഹരണമാണ് അധ്വാനത്തിൻ്റെ ചരക്കുവൽക്കരണം. അതുപോലെ തന്നെ വിവാഹങ്ങൾ ഏർപ്പാടാക്കുന്നത് പ്രൊഫഷണലായിട്ടുള്ള വിവാഹ ബ്യൂറോകളും വെബ്സൈറ്റുകളൊക്കെയാണ്. പിന്നെ വ്യക്തിത്വ വികസനം, ഇംഗ്ലീഷ് സംസാര ഭാഷ, ഇതൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഉദാഹരണം വെച്ചിട്ട് ഇതെന്താണ് സംഭവം എന്ന് കൂടിയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് അവിടെ കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റേഡിയോ രംഗത്ത് ആഗോളവൽക്കരണം ചെലുത്തിയ സ്വാധീനം വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. ഏകദേശം 2000-ലൊക്കെ ഇന്ത്യയിലെ 3-2 വീടുകളിലും ഓൾ ഇന്ത്യ റേഡിയോ പരിപാടികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. 24 ഭാഷകളിലും 146 ഉപഭാഷകളിലും അത് സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. 120 ദശലക്ഷത്തിലധികം റേഡിയോ സൈറ്റുകളും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പം ഈ സ്വകാര്യ ഉടമസ്ഥതയിൽ FM സ്റ്റേഷനുകൾ രൂപീകൃതമായിട്ടുണ്ടായിരുന്നത് റേഡിയോ രംഗത്ത് വിനോദ പരിപാടികളുടെയൊക്കെ കടന്നുവരവിന് ഉത്തേജനമേകിയിട്ടുണ്ടായിരുന്നു. FM ചാനലുകളൊക്കെ ഇന്ന് യുവാക്കളുടെ ഒരു ആഹാരമായിട്ട് തന്നെയാണ് മാറിയിട്ടുള്ളത് അല്ലേ. അതുപോലെ തന്നെ കേരളത്തിൽ നമുക്കിപ്പോൾ ലഭ്യമാവുന്ന FM ചാനലുകൾ ഏതൊക്കെയാണ്? ഏകദേശം റെഡ് FM ഉണ്ട്, റേഡിയോ സിറ്റി ഉണ്ട്, റേഡിയോ മിർച്ചി ഉണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഉടമസ്ഥരെന്ന് പറയുന്നത് ലിവിങ് മീഡിയ ഉണ്ട്, സ്റ്റാർ നെറ്റ്വർക്ക് ഉണ്ട്, അതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ലഭ്യമാവുന്ന FM ചാനലുകൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ സിനിമകളും ആധുനിക സമൂഹത്തിൽ റേഡിയോയുടെ പ്രചാരത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ FM ചാനലുകൾക്ക് അനന്തമായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലേ. റേഡിയോ സ്റ്റേഷനുകളുടെ സ്വകാര്യവൽക്കരണവും സാമുദായിക ഉടമസ്ഥതയിലുള്ള റേഡിയോ സ്റ്റേഷനുകളുടെ ആവിർഭാവമൊക്കെ നമുക്ക് ഈ ഒരു സാധ്യതകളാണ് കാണിച്ചു തരുന്നത്.
അതുപോലെ തന്നെ പ്രാദേശിക വാർത്തകളുടെ ആവശ്യക്കാർ വർദ്ധിച്ചതും പ്രാദേശിക സംസ്കാരങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള പരിപാടികളുടെ ഈ കേൾക്കുന്ന ആൾക്കാരിലുള്ള എണ്ണത്തിൻ്റെ വർധനവും, അതായത് ശ്രോതാക്കളിലുള്ള എണ്ണത്തിൻ്റെ വർധനവും FM ചാനലുകൾക്ക് പുത്തൻ വാതായനങ്ങളാണ് തുറന്നു കൊടുക്കുന്നുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാതെന്ന്, ആഗോളവൽക്കരണം എന്നുള്ളത് ഇന്ത്യൻ റേഡിയോ രംഗത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊന്നും വാരി വലിച്ചിട്ട് എഴുതേണ്ട, 4 മാർക്കിനേ ഉള്ളൂ. അത് മാത്രമല്ല, ഇത് നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. നമ്മൾ ചിന്തിച്ചാലൊന്ന് എഴുതാൻ പറ്റുന്ന ഒരു ആൻസറാണ് ഈ ഒരു 18ാമത്തെ എന്ന് പറയുന്നത്. ഇനിയാണ് 19ാമത്തെ ക്വസ്റ്റ്യൻ. സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ ഏതെങ്കിലും 4 സവിശേഷതകൾ എഴുതുക എന്നുള്ളത്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ എന്താണ് സാമൂഹ്യ പ്രസ്ഥാനം എന്നുള്ളത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതാം. സമൂഹത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാനായി ഒരു വിഭാഗം ജനങ്ങൾ നടത്തുന്ന ആസൂത്രിതവും സംഘടിതവുമായ ശ്രമങ്ങളെയാണ് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് സുസ്ഥിരവും സംഘടിതവുമായ പ്രവർത്തനം, പൊതുവായ ലക്ഷ്യം, പൊതുവായ പ്രത്യയശാസ്ത്രം, മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സംഘാടനം, നേതൃത്വം, വ്യവസ്ഥാപിത ഘടന. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 19ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അടുത്ത പാർട്ട് 2ലാണ് നമ്മുടെ ബാക്കിയുള്ള ആൻസേഴ്സ് പറയുന്നത്. ഇനി ബാക്കി ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത പാർട്ട് 2ൽ കാണാം.